കുക്കറില്ലാതെ ഇതിന് എളുപ്പത്തിൽ ഇനി ബിരിയാണി വെക്കാൻ പറ്റില്ല കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് ബിരിയാണി കോഴിക്കോടൻ ബിരിയാണി, അതായത് മലബാറിലെ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. അപ്പം അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ആദ്യം സവാള എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരേ സമയം രണ്ടടുപ്പത്ത് വെക്കണം, ചോറും അതുപോലെ ചിക്കനും. എന്നാലേ ഈ പറയുന്ന ടൈമിനുള്ളിൽ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സവാള വാട്ടാൻ വേണ്ടി വെക്കുക. അടുത്ത് അതിലൊരു പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഏലക്കായും അതുപോലെ ഗ്രാമ്പും കറുവപ്പട്ടയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരി ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് നെയ്യ് ഒഴിക്കാം. കാരണം നമ്മൾ അരി ഒരുപാട് വറുത്ത് അതിങ്ങനെ ഒരുപാട് ടൈമൊന്നും അതിന് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ലെമൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. പാനിലാണെങ്കിൽ, കുക്കറിലാണെങ്കിൽ 1.5 ഗ്ലാസ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി അതിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ. ഇപ്പുറത്ത് ഞാൻ പാനിൽ അരിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് അത് വാട്ടിയതിന് ശേഷം ഇനി നമ്മൾ ഓൾറെഡി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ആകെ ഇതിൽ വരുന്നത് ബിരിയാണി മസാലയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി മസാല അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇതൊരു പാക്കറ്റ് ഇവിടെ കണ്ടപ്പോൾ എടുത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ അളവാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ കുക്ക് ചെയ്ത് വരുമ്പോൾ. അതും വേണ്ടി മാത്രമാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പെല്ലാം ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചിക്കനാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ചിക്കൻ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആകെ ഇതിലേക്ക് വേണ്ടത് ലെമണും കേടുമാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറിൽ കുറച്ച് വന്നിട്ട് പകുതി വേവായി വന്നപ്പം തന്നെ ലെമൺ ഒഴിച്ചു കൊടുത്ത് അത് ഇളക്കി അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളിനി ചിക്കനിലേക്കും ഇനി കേടാണ് വേണ്ടത് കേട്ടോ. തൈര് കുറച്ച് ഒരു സ്പൂണ് മതി. 1 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക, ലെമൺ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ഉപ്പെല്ലാം ഒന്നും കൂടി നോക്കുക. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കുക. ഇനി ആകെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ മല്ലിയിലും പുതിനയിലും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അത് ദമ്മിലും ചേർക്കാറുണ്ട്. ഇത് നന്നായിട്ട് ചോറ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി അതൊക്കെ ഇട്ട് ഇളക്കി ചിക്കൻ വെന്തു. ഇനി നമ്മൾ ദമ്മിന് വെക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ചെടുക്കും. പിന്നെ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളും പിന്നെ മല്ലിയിലും പുതിനയിലും മാത്രം. ദമ്മിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം, നേരിട്ട് വെക്കുക. അടിയിൽ പാന് വെച്ച് വെക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ മൈദ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ബിരിയാണി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ കഴിച്ചോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.